ഭീകരപ്രവർത്തനത്തിന് കാനഡയിൽ അറസ്റ്റിലായ പാകിസ്ഥാൻ പൗരൻ മുഹമ്മദ് ഷഹസേബ് ഖാനെ യുഎസിന് കൈമാറിയതായി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സ്ഥിരീകരിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പിന്തുണയോടെ ബ്രൂക്ലിനിലെ ജൂത കേന്ദ്രത്തിൽ 2024 ഒക്ടോബർ 7-ന് ആക്രമണം നടത്തുവാൻ പദ്ധതിയിട്ടതിനാണ് മുഹമ്മദ് ഷഹസേബ് ഖാനെ FBI അറസ്റ്റ് ചെയ്തത്. ഇസ്രായേലിന് നേർക്ക് ഹമാസ് ആക്രമണം നടത്തിയതിന്റെ 1-ാം വാർഷിക ദിനത്തിൽ ആക്രമണം നടത്താനായിരുന്നു ഷഹസേബ് ഖാന്റെ പദ്ധതി. ഷഹസേബിനെ യുഎസിന് കൈമാറിയതായും ഖാന് അമേരിക്കൻ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും FBI ഡയറക്ടർ കാഷ് പട്ടേൽ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു. ISന് സഹായം നൽകാനുള്ള ശ്രമം, ഭീകരപ്രവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമം എന്നിവയാണ് ഷഹസേബിന്റെ മേൽ ചുമത്തിയിട്ടുള്ള പ്രധാന കുറ്റങ്ങൾ. ജൂതകേന്ദ്രത്തിൽ കൂട്ടവെടിവെപ്പ് നടത്താനായി കാനഡയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യാൻ ഖാൻ പദ്ധതിയിട്ടതായി FBI കണ്ടെത്തിയിട്ടുണ്ടെന്നും ആക്രമണം തടയാൻ സാധിച്ചതായും കാഷ് പട്ടേൽ പറഞ്ഞു. ലോകത്തിന്റെ എല്ലാ കോണുകളിലും അഭിമുഖീകരിക്കുന്ന ഭീകരവാദത്തിന്റെ നിരന്തരമായ ഭീഷണിയുടെയും ജൂത സമൂഹങ്ങൾക്കെതിരെയുള്ള ഭീഷണികളിലെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള വർധനയുടെയും ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവമെന്നും ഇവയ്ക്കെതിരെ FBI ജാഗ്രതയോടെ തുടരുകയാണെന്നും അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പരിശോധിക്കാൻ രാപ്പകൽ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും പട്ടേൽ കൂട്ടിച്ചേർത്തു. യുഎസിന്റെയും കാനഡയുടെയും സംയുക്ത പ്രവർത്തനത്തിലൂടെയാണ് ഷഹസേബ് ഖാന്റെ പദ്ധതി തകർക്കാനായതെന്ന് പട്ടേൽ വ്യക്തമാക്കി. വിശ്വസ്തരെന്ന് കരുതി ഷഹസേബ് ഖാൻ തന്റെ പദ്ധതിയെക്കുറിച്ച് ചില വ്യക്തികളോട് സംസാരിച്ചിരുന്നതായും എന്നാൽ അവർ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും ഫെഡറൽ പ്രോസിക്യൂട്ടേഴ്സ് അറിയിച്ചു. കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഖാന് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചേക്കും.